നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഒരു പോയമാണ്. എന്താണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ളത്. എഴുതിയിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ. ടാഗോറിനെ പറ്റി നമുക്കറിയാം. ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. പിന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണ്? 1913 കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കൂടുതലൊന്നും നോക്കണ്ട. നോക്കിയേ, രവീന്ദ്രനാഥ ടാഗോർ എന്താ പറയുന്നത്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണ്? വണ്ടർ, അത്ഭുതമാണ്. അതുപോലെ തന്നെ അമ്പരപ്പ്, അമേസ്മെൻറ്റ്, അമ്പരപ്പിലോടുകൂടി, എന്താണ്? അത്ഭുതത്തോടും അമ്പരപ്പോടും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? സിംഗ്, ഞാൻ പാടുന്നു. എന്താണ് സ്റ്റാർട്ടിങ്? ഹിയർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് പോയം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. നിങ്ങൾക്ക് എന്താ നൽകിയിരിക്കുന്നത്? ഒരു മനോഹരമായ കവിതയാണ്. ആ കവിതയിലൂടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഈ ലോകത്തെ അത്ഭുതത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയും നോക്കിക്കാണുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താണ്? അത്ഭുതത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയും ഞാൻ ദേ പാടുന്നു. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. The sky is full of the sun and the stars. ആകാശത്ത് എന്തുണ്ട്? സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. The universe is full of life. യൂണിവേഴ്സ് എന്താണ്? ഫുൾ ഓഫ് ലൈഫ് ആണല്ലേ. നിറയെ എന്തുണ്ട്? ലൈഫുള്ള യൂണിവേഴ്സാണ്. Among all these I have found a place, and in wonder and amazement I sing. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഞാൻ എന്ത് കണ്ടെത്തി? ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അത്ഭുതത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയും ഞാൻ പാടുന്നു. ഇവിടെ ദ യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിറയെ പല തരത്തിലുള്ള എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അതിനെ വേണമെങ്കിൽ നമുക്കിവിടെ ലൈഫ് എന്ന് പറയാൻ പറ്റും കേട്ടോ. ഒരുപാട് തരത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. എപ്പോഴും ആക്റ്റീവാണ് നമ്മുടെ യൂണിവേഴ്സ്. അതിൽ ഒരു സ്ഥലം മാത്രമാണ് എന്ത്? എർത്ത് എന്ന് പറയുന്നത്. ഇവിടെ കവി എന്ത് ചെയ്യുന്നു? എർത്തിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ കണ്ടുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് എന്താണ്? ഫുൾ ഓഫ് ലൈഫാണ്. പല തരത്തിലുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളത് ഓർക്കണം. The world is swayed by eternity's rushing tide, rising and falling. എന്താണ്? നമ്മുടെ ഈ ഒരു വേൾഡ്, നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ നമ്മുടെ ഏത് വേൾഡ് ആയിക്കോട്ടെ, ഇവിടെ ഭൂമിയാണേ. നമ്മുടെ ലോകം എന്ത് ചെയ്യുന്നു? ആടി ഉലയുന്നുണ്ട് അല്ലേ. എന്താ ആടി ഉലയുന്നത്? എങ്ങനെ? ബൈ എറ്റേണിറ്റീസ് റഷിങ് ടൈഡ്. അനന്തത അല്ലെങ്കിൽ അനന്തതയുടെ എന്തിൽ പോകുന്നു? റഷിങ് ടൈഡ്. റഷിങ് എന്ന് വെച്ചാൽ കുതിക്കുന്ന തിരമാല. അനന്തതയുടെ കുതിക്കുന്ന എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന തിരമാല എന്ന് പറയുന്നത് എന്തിനെയാണ്? സമയം അല്ലെങ്കിൽ കാലത്തെയാണ്. അതാണ് അനന്തതയുടെ പെട്ടെന്ന് പോകുന്ന എന്ത്? റഷിങ് ആയിട്ടുള്ള ടൈഡ്, തിരമാല എന്ന് പറയുന്നത്. അനന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ ഓരോ ദിവസവും ഇങ്ങനെ കടന്ന് പോകുന്നു അല്ലേ. ഇതൊക്കെ എറ്റേണൽ, അനശ്വരമായി അങ്ങ് പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് പോകുന്ന തിരമാലയാണ് എന്തെന്ന് പറഞ്ഞത്? കാലം അല്ലെങ്കിൽ ടൈം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ്? ഉയരും താഴും, റൈസിങ് ആൻഡ് ഫോളിങ് ആണ് അല്ലേ. തിരമാല എങ്ങനെ? ഉയർന്നു താഴ്ന്നു വരില്ലേ. അതുപോലെയാണ് ഇവിടെ എറ്റേണിറ്റി വരുന്നത്. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ്, റൈസിങ് ത്രൂ മൈ വെയിൻസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ ഒരു ടഗ് ഓരോ വ്യക്തിക്കും മനസ്സിലാകും അല്ലേ. സമയം അല്ലെങ്കിൽ കാലം കടന്നു പോകും തോറും നമ്മളിൽ എല്ലാവരിലും എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും, മാറ്റമുണ്ടാകും അല്ലേ. ഇവിടെ പോയറ്റിൻ്റെ വെയിൻസിലും എന്തുണ്ടാകുന്നു? കാലത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഒരു വലിച്ചിൽ എനിക്ക് തോന്നുന്നു. ടഗ് എന്താണ്? അതിൻ്റെ ഒരു മല്ലിടിൽ അല്ലെങ്കിൽ എന്താണ്? ഒരു വലിച്ചിൽ എനിക്ക് തോന്നുന്നുണ്ട്. ത്രൂ മൈ വെയിൻസ്, എൻ്റെ വെയിൻസിലൂടെ, സിരകളിലൂടെ ഞാനത് അനുഭവിക്കുന്നു. എന്താണ്? എൻ്റെ ബ്ലഡ്
ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിലും അതിൻ്റെ ആ ഒരു എന്തറിയുന്നു, അതിൻ്റെ ആ ഒരു വലിച്ചിൽ ഞാൻ അറിയുന്നു. അനശ്വരത അല്ലെങ്കിൽ സമയം എൻ്റെ ബ്ലഡിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൽ മൊത്തത്തിൽ തന്നെ ആയിരിക്കാം അല്ലേ. എനിക്കെന്തുണ്ടാകുന്നുണ്ട്, കാലം മാറുന്നതനുസരിച്ച് എനിക്ക് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ എൻ്റെ സിരകളിലൂടെ, എൻ്റെ വെയിൻസിലൂടെ ഞാനത് അറിയുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്നിട്ട് അത്ഭുതത്തോടു കൂടി ഞാനിതാ പാടുന്നു. അപ്പം മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് കുറവാണ്. ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. While walking in the woodlands with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around. And in wonder and amazement I say. എന്താണ്? While walking in the woodlands with my feet I have touched the blades of grass. ഞാൻ എങ്ങനെ നടന്നു പോവുകയാണ്? ഞാൻ ആ വുഡ്ലാൻഡ്സിലൂടെ, വുഡ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ മീനിങ് നിങ്ങൾക്ക് ബാലൻസിൽ തന്നിട്ടുണ്ടാവും കേട്ടോ, വേർഡ് മീനിങ്സ്. അപ്പോൾ അത് പറയുന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളത് ഇംഗ്ലീഷിലൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എന്നോട് കുറേ കുട്ടികൾ വേർഡ് മീനിങ്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷിൽ തന്നിട്ടുള്ള വേർഡ് മീനിങ്സ് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കണം. അപ്പം നമ്മൾ പോയം വായിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേർഡ് മീനിങ്സ് മലയാളത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിലും കൂടി ഒന്ന് പഠിക്കണം. കാര്യം മീനിങ് തന്നിട്ട് വേർഡ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സാമിന് കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു പോകണം. എന്താ പറയുന്നത്? വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. വുഡ്ലാൻഡ്സ് എന്താണ്? കാടാണ്. അപ്പോൾ വുഡ്ലാൻഡ്സിലൂടെ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? നടക്കുകയായിരുന്നു. വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. അപ്പം ഞാൻ എൻ്റെ പാദം കൊണ്ട് നഗ്നപാതനായി നടക്കുമ്പോൾ എൻ്റെ ചെരുപ്പിട്ട് നടന്നാൽ അറിയുമോ? ഇല്ല. കാലിൽ ചെരുപ്പിടാതെ ഭൂമിയെ അറിയാനായി ഞാനിങ്ങനെ നടക്കുകയാണ്. എന്താണ്? ആ ഭൂമി കണ്ട സന്തോഷത്തിലാണല്ലേ. പുൽനാമ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പുൽക്കൊടിയിൽ, ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുൽക്കൊടിയാണ്. ഒരു പുൽക്കൊടിയിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പാദം കൊണ്ടൊന്ന് ടച്ച് ചെയ്തു. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് സ്റ്റാർട്ടിൽ ചെയ്യുക എന്ന് വെച്ചാൽ പരിഭ്രമിക്കുക. എങ്ങനെ? ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു മണം എന്നെ എന്ത് ചെയ്തു? ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിനെ മത്ത് പിടിപ്പിച്ചു. ഞാനിങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. അത്രത്തോളം എന്താണ്? പരിഭ്രമിക്കുക അല്ലെങ്കിൽ സ്തബ്ധനായി നിന്നുപോയി. നെഗറ്റീവ് മീനിങ് അല്ല കേട്ടോ, നല്ല അർത്ഥത്തിൽ തന്നെ പറയുകയാണ് കേട്ടോ. ഭ്രാന്ത് പിടിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? നമ്മൾ ഈ മനം മയക്കുന്ന സുഗന്ധത്തിലൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വീണ് പോത്തില്ലേ, മത്തടിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പം മത്ത് പിടിപ്പിച്ചതുപോലെയായി ഈ ഫ്ലവേഴ്സിൻ്റെ ഫ്രേഗ്രൻസ്. The gifts of gladness of joy are strewn all around and in wonder and amazement I sing. എന്താണ്? The gifts of gladness and joy. ഗ്ലാഡ്നെസ് എന്താണ്? ഗ്ലാഡ്നെസ്സും ജോയും ഒക്കെ ഒരേ അർത്ഥമാണ്, ഏകദേശം സന്തോഷം. അപ്പോൾ സന്തോഷത്തോടുകൂടി ഒരുപാട് സന്തോഷം, ഈ ഒരു സന്തോഷത്തിലുണ്ടായ ഗിഫ്റ്റ്സൊക്കെ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ചുറ്റും ഇങ്ങനെ വാരി വിതറുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. വീണ്ടും സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടും അമ്പരപ്പോടും ഒക്കെ കൂടി ഞാൻ ഇപ്പോഴും പാട്ട് പാടുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ എവിടെ എത്തി? ഞാൻ ഒരു വുഡ്ലാൻഡ്സിലൂടെ നടക്കുകയാണ്. ഭയങ്കര ഘോര വനമൊന്നുമല്ല, നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് കാട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ എങ്ങനെയാണ്? കാലിൽ ചെരുപ്പിട്ടാണോ പോയത്? അല്ല. അല്ലാതെ പോയപ്പോൾ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽക്കൊടി. ആ പുൽക്കൊടി അല്ലെങ്കിൽ പുൽനാമ്പ് എന്ത് ചെയ്തു? എൻ്റെ കാലിൽ ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് എനിക്ക് ഭയങ്കരമായി ഫീലാണ് ഉണ്ടാക്കിയത് അല്ലേ. ഞാനിങ്ങനെ സ്റ്റാർട്ടിൽഡായിട്ട് എന്താണ്? സ്തബ്ധനായിട്ട് നിന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കുറേ ഫ്ലവേഴ്സിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് കിട്ടി. എന്താണ്? സുഗന്ധമാണ്. ഫ്രേഗ്രൻസ് എന്ന് വെച്ചാൽ സുഗന്ധമാണ്. അപ്പം അങ്ങനെ ആ ഒരു പൂക്കളുടെ മണം എന്നെ എന്ത് ചെയ്തു? ഭയങ്കരമായി മത്ത് പിടിപ്പിക്കുകയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഗ്ലാഡ്നെസ്സിലും സന്തോഷത്തിലുമാണ് ഞാൻ. അങ്ങനെ എനിക്ക് ചുറ്റും ഇതെല്ലാം വാരി വിതറി. അങ്ങനെ വീണ്ടും അത്ഭുതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഞാൻ എന്ത് ചെയ്യുകയാണ്? അമ്പരപ്പോടു കൂടിയും ഞാൻ എന്ത് ചെയ്യുകയാണ്? പാടുകയാണ്. I have pricked my ears, I have opened my eyes, I have bared my heart to the world.
In the midst of the known, I have sought the unknown, and in wonder and amazement I sing. എങ്ങനെയാണ്? I have pricked my ears, I have opened my eyes. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് കേട്ടു. I have opened my eyes. എൻ്റെ കണ്ണുകൾ ഞാൻ തുറന്നു. എന്തിനാണ്? ഇതെല്ലാം ഈ ലോകം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. I have bared my heart to the world. എൻ്റെ ഹൃദയത്തെ ഞാൻ എന്ത് ചെയ്തു? തുറന്നു കാണിച്ചു, അല്ലെങ്കിൽ പൊള്ളയാക്കി വെച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിലെ എല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എനിക്കറിയാവുന്ന ഈ വസ്തുക്കളുടെ ഒക്കെ ഇടയിലും ഐ ഹാവ് സോഡ് ദി അൺനോൺ. ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാത്ത വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അറിയാനായാണ് ഞാൻ എന്ത് ചെയ്തത്? എൻ്റെ കാതുകൾ കൂർപ്പിച്ചതും എൻ്റെ കണ്ണുകൾ തുറന്നതും എൻ്റെ ഹൃദയം തുറന്നതും ഒക്കെ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. വീണ്ടും അത്ഭുതത്തോടു കൂടിയും അമ്പരപ്പോടു കൂടിയും ഞാൻ എന്ത് ചെയ്യുന്നു? പാട്ടുകൾ പാടുന്നു. ഇത്രയുമാണിത്. എന്താണ്? എത്രത്തോളം എൻ്റെ ഈ ഒരു ലോകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. എന്താണ്? ഈ ലോകത്തിലുണ്ടാകുന്ന, കാലത്തിലുണ്ടാകുന്ന മാറ്റമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എങ്കിൽ പോലും ഇനിയും ഞാൻ എന്തന്വേഷിക്കുകയാണ്? ഈ വേൾഡിൽ പുതിയതായി എന്തെങ്കിലും ഞാൻ അനുഭവിക്കാത്തതായി, ഞാൻ കാണാത്തതായി, ഞാൻ കേൾക്കാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഈ ഒരു കവിത, അല്ലേ? എന്താണ്? ഞാൻ എൻ്റെ ഹൃദയം തുറന്നു. എന്തിനു വേണ്ടി? എന്തൊക്കെയോ ഇനിയും എന്നിലേക്ക് വന്നു ചേരാനുണ്ട്. അതൊക്കെ വേണ്ടി ഞാൻ എൻ്റെ കാത് കൂർപ്പിച്ചു, കണ്ണുകൾ തുറന്നു. ഞാൻ ഇപ്പോഴും നഗ്നപാതനായി ഭൂമിയെ തൊടുന്നു. എന്തുകൊണ്ടാണ്? ഭൂമിയെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു. അത് എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടണം. ഭൂമിയുടെ സ്പർശനം എനിക്ക് ഡയറക്റ്റായിട്ട് അറിയണം, ഇല്ലേ? ചെരുപ്പിലൂടെ ആണെങ്കിൽ അറിയാൻ ഒക്കുമോ? ഇല്ല. അത്രത്തോളം ഞാൻ ഈ ഭൂമിയെ സ്നേഹിക്കുന്നു. കാലം ഇനിയും കുറേ അദ്ദേഹം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ? ഉണ്ടാവില്ല. എങ്കിൽ പോലും ഇനിയും എന്ത് ഞാൻ ആഗ്രഹിക്കുന്നു? കുറേയേറെ കാര്യങ്ങൾ ഇനിയും എനിക്ക് അറിയേണ്ടതായി ഉണ്ട്. അറിയാവുന്നതിൻ്റെ ഇടയിൽ പോലും ഞാൻ എന്തന്വേഷിക്കുന്നു? ഇനി കാണാത്തതായി, ഇനി കേൾക്കാത്തതായി, അറിയാത്തതായി എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്നാണ് ഞാനിവിടെ അന്വേഷിക്കുന്നത്, അല്ലേ? അപ്പോൾ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതിലെ മാറ്റങ്ങൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞാനിപ്പോഴും ഈ ഭൂമിയെ സ്നേഹിക്കുന്നു. ഞാനിതിൽ ഭ്രാന്ത് പിടിക്കുന്നു, മത്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, അല്ലേ? ഞാൻ അത്രത്തോളം എല്ലാം ഇഷ്ടപ്പെടുന്നു. അപ്പം നല്ലൊരു കവിതയാണ്. നിങ്ങളുടെ മുന്നിലും ഈ വേൾഡ് തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുക. ഒരുപാട് കുട്ടികൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എൻ്റെ മോൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. കിട്ടുന്ന സമയത്തൊക്കെ ടി വിയുടെ ഫ്രണ്ടിലാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, പുറത്തൊന്നിറങ്ങ്, എന്തൊക്കെ കാഴ്ചകളാണുള്ളത് എന്ന് കാണുക. നിങ്ങളോട് ഞാനത് പറയുന്നു. ഈ ഭൂമി നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും കേൾക്കാനും ഒക്കെയായുള്ള അവസരങ്ങളാണ്. നിങ്ങളതൊന്നും ഇപ്പോൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ആസ്വദിക്കുന്ന രീതി ആയിരിക്കില്ല കുറച്ച് കാലം കഴിയുമ്പോൾ. ഓരോ പ്രായത്തിലും നമ്മൾ ഓരോന്നും ഓരോ രീതിയിലാണ് ആസ്വദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കുക. മഞ്ഞും മഴയും വെയിലും എല്ലാം ആസ്വദിക്കുക. എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കണം. ഭൂമിയെ അറിഞ്ഞ് നന്നായി വളരണം. ഓൾ ദ ബെസ്റ്റ്.